ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ആങ്ങളെയും പെങ്ങളെയാണെന്ന് തോന്നുന്നു ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ആങ്ങളൊക്കെയായിരുന്നു ലാലേട്ടൻ കൊടുത്തത്, ഇന്ന് പെങ്ങക്കാണ് കൊടുക്കുന്നത്. ഇന്ന് ആദിലെയാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രൊമോയിൽ ആദിലെ ഫ്രൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയുടെ ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ ആൾക്കാരടുത്ത് ചോദിക്കുന്നുണ്ട്, അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞതിൽ പിന്നെ നേരത്തെ എണ്ണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നാവാൻ തീരുമാനിച്ചതുപോലെ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അതുപോലെ നിവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിവിൻ പറയുന്നുണ്ട് ഒരു തുക്ലക് രാജാവിനെ പോലെയൊക്കെ തോന്നി എന്ന് എനിക്ക് പറയുന്നുണ്ട്. നിവിൻ പറയുന്നുണ്ട്. അപ്പം ഈ ആദിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുവാണെങ്കിൽ ആദിലയുടെ ക്യാപ്റ്റൻസി കുഴപ്പമില്ലായിരുന്നു. മറ്റുള്ള ക്യാപ്റ്റൻസിയെക്കാളൊക്കെ കുറച്ച് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് വേറൊരു കാര്യം കൂടെ, അത് ഞാൻ പറയാം. അപ്പോൾ ആദിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ആഴ്ച പട്ടി കുറച്ചൊന്നും കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ലൈവിനകത്തൊന്നും പട്ടി കുറച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല. ആരും ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് നൂറ, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള അനുമോള്, മറ്റുള്ള കണ്ടൻസ് ഷാനവാസ്, ഇവരാരും ഉറങ്ങുകയും മയങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം പട്ടി കുറച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫൈറ്റുകളൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അതിലവിടെ ചെന്നിട്ട് മാന്യമായിട്ട് ഡീൽ ചെയ്ത് അത് പറഞ്ഞ് സോൾവ് ചെയ്ത് വിടാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോർ റൂമിൽ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അനീഷ് സ്റ്റോർ റൂമിൽ പോകുന്ന പരിപാടി, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ആദ്യം തന്നെ പുള്ളിക്കാരി പറഞ്ഞു അനീഷ് സ്റ്റോർ റൂമിൽ പൊയ്ക്കോ, പക്ഷേ സാധനം എടുത്തുകൊണ്ട് വന്ന് അത് എൻ്റെ തന്നാൽ അത് പൊട്ടിച്ച് വായിക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ക്യാപ്റ്റൻസി ഓവറോൾ നോക്കാമായിരുന്നെങ്കിൽ മറ്റുള്ള ക്യാപ്റ്റൻസിയെക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ ക്യാപ്റ്റൻസിക്ക് ഒരു മോശം പേര് വരരുത് എന്ന് കരുതിയിട്ട് ആ ക്യാപ്റ്റൻസി കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് നടന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് 1 ഷാനവാസ്, 2 നൂറ, 3 അനു. അപ്പോൾ ഇവരൊക്കെ എന്താണെന്നറിയോ, മറ്റുള്ളവർ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ഇവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അല്ലേ, പട്ടി കുറച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നൂറ മറ്റുള്ളവർ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തെല്ലാം ഉറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ ആദിലെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നൂറ ഉറങ്ങിയില്ല? നൂറ എത്ര വട്ടം ഉറങ്ങിയിട്ടുണ്ട്, എത്ര വട്ടം കഴിഞ്ഞ ക്യാപ്റ്റൻസിലൊക്കെ പട്ടി കുറച്ചിട്ടുണ്ട്. അപ്പം ഇത് ആദിലെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒരു കുറവും ഉണ്ടാവരുത്, നല്ല രീതിയിൽ എല്ലാവരും നല്ല പുകഴ്ത്തി പറയണം എന്നുള്ള രീതിയിൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് കളിച്ച പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ വട്ടം ആദിലെ ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരിയുടെ ക്യാപ്റ്റൻസിയുടെ ഭാഗത്തുനിന്നൊരു ഇതുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോമിനേഷൻ്റെ ടൈം, ജയിൽ നോമിനേഷൻ അല്ലെങ്കിൽ അല്ലാതുള്ള നോമിനേഷൻ, പിന്നെ ക്യാപ്റ്റൻസി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ സംസാരിക്കുന്ന ഇടയ്ക്ക് അനീഷ് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ അനീഷിന് പറയാൻ സമ്മതിക്കത്തില്ല. ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ അനീഷ് പറയാൻ വരുമ്പോഴത്തേക്ക് അനീഷിന് സ്പേസ് കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ ചില പരിപാടി ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഒരാൾക്കൊരു പവർ കിട്ടി, അല്ലെങ്കിൽ ഒരു അധികാരം കൊടുത്താൽ മാത്രമേ ഞാൻ നന്നാവൂ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യൂ എന്നുള്ളൊരിതും ഇതിനകത്ത് ഞാൻ കണ്ടു ഈ ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ. കാരണം മറ്റുള്ളവർ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ആദിലെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ആ സമയത്തൊന്നും ആദില അത് ഫോളോ ചെയ്യാനോ അവർ പറയുന്നത് കേൾക്കാനോ നിന്നിട്ടില്ല. ഇപ്പം തന്നെ അനീഷ് തന്നെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഇരുന്ന സമയത്ത് തന്നെ അതിൽ ഒരുപാട് വട്ടം പാത്രം കഴുകാനൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതിൽ പാത്രം കഴുകാനോ എടുക്കാനോ പോവാനോ പുള്ളിക്കാരിയുടെ ഡ്യൂട്ടി പോലും പുള്ളിക്കാരി ചെയ്യാൻ നിന്നില്ല. അപ്പം ഇപ്പം അധികാരം കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി അതൊക്കെ പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ നോക്കി അല്ലേ. അപ്പം ഒരു അധികാരം കിട്ടിയപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അധികാരം ഇല്ലാത്തപ്പോൾ മറ്റുള്ളവർ ക്യാപ്റ്റനായിരുന്ന സമയത്ത് അതൊന്നും ചെയ്യാൻ പുള്ളിക്കാരിക്ക് വയ്യ. പിന്നെ അനീഷ് പറയുന്ന ഒരു കാര്യം, ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്റ്റനായ പിറ്റേന്ന് നമ്മൾ കണ്ടതാണ് നേരത്തെ രാവിലെ എണീച്ച് അവിടെ ഇരിക്കുന്നത്. ശരിയാണ്, മറ്റുള്ളവർ ക്യാപ്റ്റനായിരുന്ന സമയത്തെല്ലാം ആദിലെയാണ് ഏറ്റവും അവസാനം എണീക്കുന്നത് അല്ലേ. അത് കറക്റ്റാണ്. അനീഷ് ചോദിക്കുകയും ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ആവുകയും ചെയ്തു. അനീഷ് ചോദിച്ചായിരുന്നു ലൈവിനകത്ത് രാവിലെ, ആദിൽ എന്തുകൊണ്ട് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില രാവിലെ എണ്ണിക്കുന്നു. ഇതിനു മുമ്പൊക്കെ ആദിലല്ലേ ഇവിടെ ഏറ്റവും താമസിച്ച് എണ്ണിച്ചുകൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ആയപ്പോൾ ആദിലേക്ക് എണ്ണിക്കാൻ അറിയാം. അപ്പം ആദില ഇവിടെ ഫേക്കായിട്ടല്ലേ നിൽക്കുന്നത്, ഇവിടെ ആദില മനഃപൂർവ്വമല്ലേ ഇത് താമസിച്ച് ലേറ്റായി ഇവരെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ആയപ്പോൾ ആദിലേക്ക് എണ്ണിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അനീഷ് നല്ല രീതിയിൽ ചോദിച്ചിട്ട് കൊടുത്തായിരുന്നു. അത് ശരിയാണ്, ക്യാപ്റ്റൻ ആയപ്പോൾ പുള്ളിക്കാരി
നേരത്തെ എണ്ണിച്ചു. പിന്നെ അത് മാറി സാബുമോൻ പോയ എപ്പിസോഡിൽ സാബുമോൻ രാവിലെ അതിലെ വിളിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട് ഡാൻസ് കളിക്കാനൊന്നും കണ്ടില്ലല്ലോ. അത് 2-3 ദിവസം കണ്ടേ ഉള്ളായിരുന്നു പുള്ളിക്കാരി നേരത്തെ എണ്ണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേപോലെ തന്നെ പോയി. പിന്നെ ആ ഒരു ക്യാപ്റ്റന്റെ ഒരു ഇതൊക്കെ അതുപോലെ തന്നെ പോയി. പിന്നെ പുള്ളിക്കാരി താമസിച്ച് എണ്ണിക്കുന്നത്. സാബുമോൻ വിളിച്ചിട്ട് പറഞ്ഞു ക്യാപ്റ്റനെ ഇവിടുന്ന് രാവിലെ എണ്ണിക്കേണ്ടത്, ക്യാപ്റ്റൻ എണ്ണിച്ച് ഇതുപോലെ അവിടെ പോയി ഡാൻസ് കളിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുണിയുടെ കാര്യം ഷാനവാസ് വാനോളം പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. ഇവിടെ ആദിലെ ക്യാപ്റ്റനായത് പിന്നെ അവിടെ ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതെല്ലാം അവിടെ അകത്തോട്ട് അടുക്കി പറക്കി വെക്കുന്ന രീതിയിലൊക്കെ ആക്കി നല്ല ക്യാപ്റ്റൻസി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ലൈവ് കണ്ട നമുക്കല്ലേ അറിയാവുന്ന സാബുമോൻ വരുന്നത് വരെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു കിടക്കുന്നത്. സാബുമോൻ വന്ന് ആദിലെടുത്ത് ഇത് കംപ്ലൈന്റ് പറഞ്ഞു. കാരണം ഇത് രാവിലെ കാണിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളല്ലേ ക്യാമറയിൽ കൂടെ കാണിക്കുന്നത്, അവിടെ വെച്ചേക്കുന്ന മാരുതിക്ക് സ്പോൺസർ ചെയ്യുന്ന പുള്ളിയുടെ മുതലാളി ഇതൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ പുള്ളിക്ക് കണ്ടിട്ടല്ലേ ഇതൊക്കെ സ്പോൺസർഷിപ്പ് പൈസ കൊടുക്കേണ്ടത്, പൈസ കിട്ടേണ്ടതൊക്കെ പറഞ്ഞിട്ട് ആദിലെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സാബുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നാണ് ഈ ആദില ആ ഡ്രസ്സെല്ലാം പറക്കി അകത്ത് വെപ്പിച്ചത്. പക്ഷെ ഇത് അവിടെ ഉള്ള മറ്റുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ലൈവ് കണ്ട ജനങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പം അല്ലാതെ ഈ പറയുന്ന രീതിയിലൊന്നും ആദിലവിടെ ക്യാപ്റ്റനായിട്ട് വലിയ സംഭവങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ള ക്യാപ്റ്റൻസിയെക്കാളും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് നല്ല രീതിയിലൊന്ന് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ചിന്തിച്ചു. കാരണം മറ്റുള്ളവർ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ എങ്ങനെയോ പൊയ്ക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഇപ്പം സപ്പോർട്ട് ചെയ്ത് നൂറ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ കൂടെ നിൽക്കുകയും ചെയ്തു. കാരണം ആദിലെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞുകൊണ്ട് ആദിലേക്ക് ഇനി പെങ്ങള് കുട്ടിക്ക് ഇനി ഒന്നും പറ്റരുത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്നും ഫയർ ചെയ്തില്ല. അപ്പം നല്ലൊരു ക്യാപ്റ്റൻസി കാണിച്ച് പുള്ളിക്കാരി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർ നിന്നു. അതുകൊണ്ടാണ് നൂറ എല്ലാ മറ്റുള്ളവർ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് നൂറ കടന്ന് ഉറങ്ങുന്നതാണ്, പട്ടി ഉരയ്ക്കുന്നതാണ്. ഈ ആഴ്ച എന്തുകൊണ്ട് പട്ടി ഉരച്ചില്ല? അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ അവിടെ നടന്നു. ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇവിടെ ഇങ്ങനെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറയുമ്പം അതും പറയണമല്ലോ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം